അപ്പേ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താണ്ടായ കാരണേ പിന്നെ പല ആൾക്കാരും അന്വേഷിച്ച് വരലുണ്ട്. അതേപോലെ പല ഫോണൊക്കെ വരും നമുക്ക്. അതായത് എനിക്ക് പിന്നെ സഹായിക്കണം, എനിക്കൊന്നിനും കഴിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇദ്ദേഹത്തിന് 67 വയസ്സായി. ഇപ്പോഴും ഇദ്ദേഹം ഒരാളെ മുന്നിൽ കൈനീട്ടല്ല, ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കല ഒരാൾക്ക് കാണിച്ചു കൊടുക്കും. ഇയാൾ ജോലി ചെയ്തിട്ടാണ് ജീവിക്കണേ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം. അടിപൊളി മ്യൂസിക് കിട്ടും. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയി കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളെ ആലിലക്കണ്ണാലേ അടിപൊളി, നമ്മൾ കേട്ട് ഇരുന്ന് പോകും. ഇദ്ദേഹം പാടുന്നുണ്ട്, പക്ഷെ പാടുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നോണ്ട് കലാഭമണി പോയല്ലോ. കലാഭമണി പോയി എന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പര്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ചെറിയൊരു സഹായം അദ്ദേഹത്തിന് നമ്മൾ കൈമാറുന്നുണ്ട്. ഇത് നമ്മളെ സഹായം. അപ്പൊ ഇനി നേരെ പാണ്ടിക്കാട് പോകണം. ഇന്ന് വെയിലത്ത് പോകണ്ട, ഫുള്ള് ലീവ്. അപ്പൊ ഇത് കൈമാറിയത് കാണിക്കല്ല. എത്ര ആളുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചേർത്ത് പിടിക്കുക, അവർക്കൊരു ഉപകാരമാവും. 10-18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഒരു സഹായം മൂപ്പര് ചോദിച്ചിട്ടില്ല കേട്ടോ, വെറുതെ തരണതൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ലൊരു ഗായകൻ കണ്ടപ്പോൾ ഇവർക്ക് ഒരു കൗതുകം തോന്നി. അപ്പൊ നമ്മൾ കൂട്ടി കൊടുന്നു. അയാൾ കയറി വന്നതോ നമ്മളെ ബുദ്ധിമുട്ടിച്ചോ ഒന്നും അല്ല. ഇനി എങ്ങനെ പോവും? പിന്നെ ബസ്സിനോ? 2 മണിക്ക് പാട്ട് കയറാറുണ്ടല്ലോ. ഇനി പാടണ്ട, ഇന്നത്തെ ഫുള്ളായി. പിന്നെ മറ്റന്നാളെ വരും. മറ്റന്നാള്. ഇന്ന് ഇനി ലീവ്, പാണ്ടിക്കാട് പോകും. ഇന്ന് നിങ്ങൾക്ക് ലീവ്, ഇന്ന് റെസ്റ്റ്. ഓക്കെ. പേര്? എന്റെ പേര് അൻഫാൽ. സഫാരി കാർ. ഇതൊക്കെ നമ്മളെ കുട്ടികളാ. ഇതുണ്ടോ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, കാണിച്ചു കൊടുക്കും. ഇനി പുറത്തുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പൊ നിങ്ങളെ പാട്ട് കേൾക്കാൻ വന്നതാണ്. അപ്പൊ ഒന്ന് കൊണ്ടേക്കണോ? ശരി, കൊണ്ടേക്കണം. ചായ അടിച്ചിട്ട് പോവാ, ഭക്ഷണം കഴിച്ചിട്ട് പോവാ, ബസ്സിൽ പോകും. ഫുഡ് കഴിച്ചിട്ട് പോവാ. വേണ്ട വേണ്ട. मेरी जान आरे सपन की, अरे जान मेरी जान अरे जान आरे सपन की, खाना पीना साथ